Hartree-Fock self-consistent field method. Hartree-Fock self-consistent field method. അതായത് കഴിഞ്ഞ ദിവസം കണ്ടത് നമ്മൾ എന്തായിരുന്നു, സെൽഫ് കൺസിസ്റ്റന്റ് ഫീൽഡ് മെത്തേഡ് ആയിരുന്നു. അത് നമ്മൾ പറഞ്ഞ സയന്റിസ്റ്റിന്റെ പേര് നമ്മൾ പറഞ്ഞു ഹാർട്രി എന്ന് പറഞ്ഞു. ഇതെന്ന് പറയുന്നത് എന്താണ്, ഹാർട്രി-ഫോക്ക് സെൽഫ് കൺസിസ്റ്റന്റ് ഫീൽഡ് മെത്തേഡ്. അതായത് ഫോക്ക് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റും കൂടി കൂടിയിട്ടാണ് ഈ മെത്തേഡ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹാർട്രി-ഫോക്ക് സെൽഫ് കൺസിസ്റ്റന്റ് ഫീൽഡ് മെത്തേഡ് എന്ന പേര് നമ്മൾ പറയുന്നത്. അപ്പൊ എന്താണ് ഹാർട്രി-ഫോക്ക് സെൽഫ് കൺസിസ്റ്റന്റ് ഫീൽഡ് മെത്തേഡ് എന്ന് നമുക്ക് നോക്കാം. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു പോളീസ് ആന്റിസിമെട്രി പ്രിൻസിപ്പിൾ. എന്താ പോളീസ് ആന്റിസിമെട്രി പ്രിൻസിപ്പിൾ പറഞ്ഞത്, നമ്മൾ രണ്ട് ഐഡന്റിക്കൽ ആയിട്ടുള്ള പാർട്ടിക്കിൾ എടുത്തു അല്ലെ. അതായത് ഇപ്പൊ ഇലക്ട്രോണിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇലക്ട്രോൺ 1 ഉണ്ട്, ഇലക്ട്രോൺ 2 ഉണ്ട്. അപ്പൊ ആദ്യം നമ്മൾ എഴുതിയത് എന്താണ്, ടോ 1 ഇലക്ട്രോൺ 1 വരാനുള്ള പോസിബിലിറ്റി, ടോ 2 ഇലക്ട്രോൺ 2 വരാനുള്ള പോസിബിലിറ്റി. അങ്ങനെയാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു, ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഐഡന്റിക്കൽ പാർട്ടിക്കിൾ ആയതുകൊണ്ട് അതെന്താണ്, ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണ്. അപ്പൊ എങ്ങനെ ഒരു പോസിബിലിറ്റിയും കൂടി ഉണ്ട്, ടോ 1 2 വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതേപോലെ ടോ 2 എന്ത് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്, 1 വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ സെൽഫ് കൺസിസ്റ്റന്റ് ഫീൽഡ് മെത്തേഡ് പറഞ്ഞപ്പോ എന്താ പറഞ്ഞേ, 5-1 എന്ന് പറഞ്ഞ ഓർബിറ്റലിൽ എന്ത് വരും, ഫസ്റ്റ് ഇലക്ട്രോൺ വരും. 5-2 സെക്കൻഡ് ഇലക്ട്രോൺ വരും. 5-3 തേർഡ് ഇലക്ട്രോൺ വരും. അങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. പക്ഷേ പോളീസ് ആന്റിസിമെട്രി പ്രിൻസിപ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കാര്യം കൂടി നോക്കണം, 5-1 ബാക്കി എല്ലാ ഇലക്ട്രോൺസും വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം എന്താ, ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു ഇൻഡിസ്റ്റിങ്വിഷബിൾ ഐഡന്റിക്കൽ പാർട്ടിക്കിൾ ആണ് അല്ലെ. നമ്മളെല്ലാം എടുക്കുന്നത് ഇലക്ട്രോൺസ്, അതായത് ഐഡന്റിക്കൽ പാർട്ടിക്കിൾ ആണ്. ആദ്യം നമ്മൾ സെൽഫ് കൺസിസ്റ്റന്റ് ഫീൽഡ് മെത്തേഡ് കൺസിഡർ ചെയ്തപ്പോൾ അവിടെ നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്തത്, 5-1 എന്ന് പറഞ്ഞ ഓർബിറ്റലില് ഫസ്റ്റ് ഇലക്ട്രോൺ, 5-2 എന്ന് പറഞ്ഞ ഓർബിറ്റലില് സെക്കൻഡ് ഇലക്ട്രോൺ, അങ്ങനെ 5n എന്ന് പറഞ്ഞ ഓർബിറ്റലില് nth ഇലക്ട്രോൺ. അങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. പക്ഷേ പോളീസ് ആന്റിസിമെട്രി പ്രിൻസിപ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണ്. അപ്പൊ എങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്, 5-1 സെക്കൻഡ് ഇലക്ട്രോൺ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതേപോലെ 5-1 തേർഡ് ഇലക്ട്രോൺ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതേപോലെ 5-1 nth ഇലക്ട്രോൺ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഇതും കൂടി ക്ലബ് ചെയ്തിട്ട് വന്നിരിക്കുന്ന മെത്തേഡിനെയാണ് ഹാർട്രി-ഫോക്ക് സെൽഫ് കൺസിസ്റ്റന്റ് ഫീൽഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്, ക്ലിയർ ആയോ? ക്ലിയർ ആയി മിസ്. വെരി ഗുഡ്. The Hartree wave function psi 1, 2, 3 etc. n equal to phi1 of 1, phi2 of 2, phi3 of 3 etc. phi n of n does not satisfy the antisymmetric requirement. Fock has been shown that this method can be modified by
that this method can be modified by taking into account the electronic exchange between the orbitals, and thereby satisfying the anti-symmetric requirement. This method is known as Hartree-Fock self-consistent field method. ഇതുവരെ ക്ലിയർ ആയോ പറഞ്ഞത്? ക്ലിയർ ആയോ? ഇനി ഈ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് വേവ് ഫംഗ്ഷനെ ഒരു സ്ലേറ്റർ ഡിറ്റർമിനന്റ് ഫോമിൽ എഴുതുകയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. സ്ലേറ്റർ ഡിറ്റർമിനന്റ് അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. സ്ലേറ്റർ ഡിറ്റർമിനന്റ്. In this theory, the assumed form of wave function is a Slater determinant. The Slater determinant can be written as എങ്ങനെയാണ് വേവ് ഫംഗ്ഷനെ സ്ലേറ്റർ ഡിറ്റർമിനന്റിൽ എഴുതുക അതാണ് കാണിക്കുന്നത് കേട്ടോ. The Slater determinant can be written as 1/√n factorial. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺ. 1/√n factorial determinant. അതായത് ഡിറ്റർമിനന്റ് ഇങ്ങനെയാണ്. എളുപ്പവഴിയിൽ ഞാൻ പറഞ്ഞുതരാം. 5-1 1 വരാനുള്ള പോസിബിലിറ്റി, അതേപോലെ തന്നെ ആ കോളത്തിൽ നമ്മൾ എഴുതേണ്ടത് 5-1 2 വരാനുള്ള പോസിബിലിറ്റി. അടുത്ത എന്തായിരിക്കും? 5-1 3 വരാനുള്ള പോസിബിലിറ്റി, എക്സെട്ര ടു 5-1 to n. 5-1 n വരാനുള്ള പോസിബിലിറ്റി. അപ്പൊ ഓരോ കോളം എടുക്കുകയാണെങ്കിലും നമ്മൾ അതിൽ കാണാൻ പോകുന്നത് എന്താണെന്നറിയാമോ? സെയിം ഓർബിറ്റലില് ഡിഫറെന്റ് ഇലക്ട്രോൺ കാണാനുള്ള പോസിബിലിറ്റി ആണ് ഓരോ കോളത്തിലും നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ അടുത്ത് നോക്കിക്കേ. അപ്പൊ അടുത്ത കോളം എടുത്തു. അടുത്ത കോളത്തിൽ ഏതായിരിക്കും? 5-2 എന്ന് പറഞ്ഞ ഓർബിറ്റലില് എല്ലാ ഇലക്ട്രോൺസും വരാനുള്ള പോസിബിലിറ്റി 5-2, 5-3 എക്സെട്ര ടു 5-n. അടുത്ത വരുമ്പോ എന്തായിരിക്കും? 5-3 എന്ന് പറഞ്ഞ ഓർബിറ്റലില് എല്ലാ ഇലക്ട്രോണും വരാനുള്ള പോസിബിലിറ്റി 5-3-2, 5-3-3, 5-3-4, 5-3n, സോറി എക്സെട്ര 5-3n. അപ്പൊ അതേപോലെ ഇങ്ങോട്ട് പോവാണെങ്കിൽ ലാസ്റ്റ് എന്ത് വരും? 5n1, 5n2, 5n3 എക്സെട്ര ടു 5n. ഇതാണ് സിമ്പിൾ ആയിട്ട് സ്ലേറ്റർ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞത്. ഓർത്തേക്കേണ്ട ഒരു കാര്യം എന്താണ്? ഓരോ കോളംസും കാണിക്കുന്നത് എന്താ? സെയിം ഓർബിറ്റലില് ഡിഫറെന്റ് ഇലക്ട്രോൺസ് വരാനുള്ള പോസിബിലിറ്റി. അങ്ങനെ എല്ലാ കോളംസും എഴുതാം. എത്ര ഇലക്ട്രോൺസ് ഉണ്ട് അത് വെച്ചിട്ട് എഴുതാ. അത് ഡിറ്റർമിനന്റ് ഉള്ളിലാക്കുക. ഇൻറ്റു 1/√n factorial, where n is the number of electron. ഇത് ക്ലിയർ ആയോ പറഞ്ഞത്?
സാധാരണ നമുക്ക് 1 വെയിറ്റേജിൽ സ്ലേറ്റർ ഡിറ്റർമിനന്റ് എഴുതാനായിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് സിമ്പിൾ ആയിട്ട് ഒരു ബെർലിയം വരെയൊക്കെയാണ് സാധാരണ ചോദിക്കാറ്. അതുവരെയുള്ളതിന്റെ സ്ലേറ്റർ ഡിറ്റർമിനന്റ് ഫോം എഴുതാം. അതിനുശേഷം നമുക്ക് ഹാർട്രി-ഫോക്ക് മെത്തേഡിലോട്ട് തിരിച്ചു വരാം കേട്ടോ. അപ്പൊ എഴുതാം. Write the Slater determinant for helium atom. Write the Slater determinant for helium atom. Helium atom. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എഴുതേണ്ടത് ആ ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. എന്താ ഹീലിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാ എന്തായിരിക്കും? ഹീലിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? എന്താ ഹീലിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? 1s2. 1s2. അപ്പൊ നമുക്കറിയാം ഈ 2 ഇലക്ട്രോൺസ് എങ്ങനെ നിൽക്കുക? സെയിം സ്പിൻ ആയിട്ടാണോ നിൽക്കുക? ഒരെണ്ണം ഇങ്ങനെയാണെങ്കിൽ ഒരെണ്ണം ഇങ്ങനെ അല്ലേ? ആന്റി പാരലൽ സ്പിൻ ആയിട്ടാണ് ഈ ഇലക്ട്രോൺസ് നിൽക്കുന്നുണ്ടാവുക. അപ്പൊ ഈ സ്പിന്നിന് നമുക്ക് ആൽഫ എന്ന് കൊടുക്കാം, ഈ സ്പിന്നിന് നമുക്ക് ബീറ്റ എന്ന് കൊടുക്കാം. ആൽഫ ബീറ്റ. അപ്പൊ നമുക്ക് ഇതിന് ഇങ്ങനെ എഴുതാം. 1s ആൽഫ 1, 1s ബീറ്റ 1. അതായത് 1sൽ തന്നെയാണ് ഒരു ഇലക്ട്രോൺ ആൽഫ സ്പിന്നിലാണ്, ഒരു ഇലക്ട്രോൺ ബീറ്റ സ്പിന്നിലാണ്. ഇത് ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണ്. 2 കൊടുക്കണേ. ഫസ്റ്റ് ഇലക്ട്രോൺ 1s ആൽഫയില്, സെക്കൻഡ് ഇലക്ട്രോൺ 1s ബീറ്റയില് കേട്ടോ. ഫസ്റ്റ് ഇലക്ട്രോൺ ആൽഫയില്, സെക്കൻഡ് ഇലക്ട്രോൺ ബീറ്റയില്. ഇനി എങ്ങനെ ഒരു പോസിബിലിറ്റി കൂടി ഉണ്ട്? ആൽഫയിൽ എന്ത് വരാം? സെക്കൻഡ് ഇലക്ട്രോൺ വരാം. അതേപോലെ ബീറ്റയിൽ എന്ത് വരാം? ഫസ്റ്റ് ഇലക്ട്രോൺ വരാം. അതാണ് അടുത്ത പോസിബിലിറ്റി. ഇത് മനസ്സിലാക്കി തന്നിട്ട് ഡിറ്റർമിനന്റ് എഴുതാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നേരിട്ട് ഡിറ്റർമിനന്റ് എഴുതാം കേട്ടോ. അതൊന്നും നിങ്ങൾക്ക് നന്നായി തറാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പൊ 1s2 എന്ന് എഴുതി, അതിൽ ആന്റി പാരലൽ സ്പിൻ ആയിട്ടായിരിക്കും അത് നിൽക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ ഒരെണ്ണം ആൽഫ സ്പിന്നിലും ഒരെണ്ണം ബീറ്റയിലും. അപ്പൊ ഫസ്റ്റ് പോസിബിലിറ്റി നമ്മൾ എഴുതി എന്താണ്? ആൽഫയിൽ ഫസ്റ്റ് ഇലക്ട്രോണും ബീറ്റയിൽ സെക്കൻഡ് ഇലക്ട്രോണും വന്നു. ഇനി അടുത്ത പോസിബിലിറ്റി എന്താണ്? ആൽഫയിൽ സെക്കൻഡ് ഇലക്ട്രോണും ബീറ്റയിൽ ഫസ്റ്റ് ഇലക്ട്രോൺ. ഇനി ഡിറ്റർമിനന്റ് നമുക്ക് എഴുതാം. ഡിറ്റർമിനന്റ് എഴുതുമ്പോ psi wave functions equal to 1/√n factorial. എന്ന് പറഞ്ഞ എന്താ? നമ്പർ ഓഫ് ഇലക്ട്രോൺ. ഇവിടെ എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺ? 2 അല്ലേ? അപ്പൊ എന്താ? √2 factorial. √2 factorial determinant. 1s ആൽഫ ഫസ്റ്റ് എന്താ? ആൽഫയിൽ എന്ത് വരുന്നു? ഫസ്റ്റ് ഇലക്ട്രോൺ വരുന്നു. 1s ആൽഫ 1. ഇനി നമ്മൾ പറഞ്ഞു ഫസ്റ്റ് കോളം കാണിക്കുന്നത് എന്താണ്? സെയിം ഓർബിറ്റലില് ഡിഫറെന്റ് ഇലക്ട്രോൺസ് വരുന്നത്. അപ്പൊ ഇവിടെ 1s ആൽഫ തന്നെയായിരിക്കും അടുത്ത റോയിൽ നമ്മൾ എഴുതേണ്ടത്. അടുത്തതിൽ എന്തായിരിക്കും? സെക്കൻഡ് ഇലക്ട്രോൺ അതില് ഒക്യുപ്പൈ ചെയ്യും. ഇവിടെ 2 ഇലക്ട്രോൺസ് ഉള്ളു. അപ്പൊ 2 എണ്ണത്തിന്റെ കേസ് ചെയ്തുണ്ടു. 1s ആൽഫയില് 1 വരുന്നു, അടുത്തതില് 1s ആൽഫയില് സെക്കൻഡ് ഇലക്ട്രോൺ വരുന്നു. ഇനി അടുത്ത കോളം കാണിക്കുന്നത് എന്താ? സെക്കൻഡ് ഓർബിറ്റല്. സെക്കൻഡ് ഓർബിറ്റൽ ഏതാ? 1s ബീറ്റ. ബീറ്റയില് ഫസ്റ്റ് ഇലക്ട്രോൺ വരുന്നു, അടുത്തതിൽ എന്താണ്? ബീറ്റയില് സെക്കൻഡ് ഇലക്ട്രോൺ വരുന്നു. ഇതാണ് ഹീലിയം ആറ്റത്തിന്റെ സ്ലേറ്റർ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? നമുക്ക് അടുത്ത ആറ്റത്തിന്റെ എഴുതാം. ലിഥിയം ആറ്റം. ഒരു കുറച്ച് നമുക്ക് സാധാരണ 3 ഹീലിയം, അതേപോലെ ലിഥിയം, ബെർലിയം ഇതുവരെ ചോദിക്കുള്ളൂ. പക്ഷെ നമ്മളത് മനസ്സിലാക്കി പഠിക്കണം, വെറുതെ ബൈഹാർട്ട് പഠിച്ചു വെക്കരുത് കേട്ടോ. ലിഥിയം എടുക്കാം. ലിഥിയം എടുക്കുമ്പോ ആദ്യം തന്നെ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി എല്ലാവരും. എന്താ? 1s2 2s1. അപ്പൊ ഇതിൽ ഏതൊക്കെയാ നമ്മൾ ഓർബിറ്റൽസ് കൺസിഡർ ചെയ്യേണ്ടി വരാ? 1s ആൽഫ ഉണ്ടാവും, 1sൽ തന്നെയാണ് അടുത്ത ഇലക്ട്രോൺ. അപ്പൊ 1s ബീറ്റ ഉണ്ടാവും,
പിന്നെ 2s ഒരെണ്ണേ ഉള്ളൂ, അപ്പൊ 2s ആൽഫ മാത്രം കൺസിഡർ ചെയ്തു. ബീറ്റ വെച്ച് എഴുതാട്ടോ, കുഴപ്പമൊന്നുമില്ല. കാരണം ആൽഫയിലാണോ ബീറ്റയിലാണോ വരണേന്ന് നമുക്ക് അറിയില്ല. ഞാനിപ്പോ ആൽഫ വെച്ച് എഴുതുന്നു, നിങ്ങൾക്ക് ഇവിടെ 2s ബീറ്റ യൂസ് ചെയ്താലും ശരി തന്നെയാണ് ആൻസർ. ഇനി എന്തായിരിക്കും ഡിറ്റർമിനന്റ് എഴുതുമ്പോ? സൈസ് ഈക്വൽ ടു 1/√n ഫാക്ടോറിയൽ. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇവിടെ നോക്കുമ്പോ 3 ആണ്, അപ്പൊ 3 ഫാക്ടോറിയൽ ഡിറ്റർമിനന്റ്. ആദ്യത്തെ ഓർബിറ്റില് 1s ആൽഫയാണ്. എത്ര ഇലക്ട്രോൺസ് ഉള്ളത്? 3 ഇലക്ട്രോൺസ്. അപ്പൊ 1s ആൽഫയില് ഫസ്റ്റ് ഇലക്ട്രോൺ വരാനുള്ള പോസിബിലിറ്റി, 1s ആൽഫയില് സെക്കൻഡ് ഇലക്ട്രോൺ വരാനുള്ള പോസിബിലിറ്റി, 1s ആൽഫയിലെ തേർഡ് ഇലക്ട്രോൺ വരാനുള്ള പോസിബിലിറ്റി. 3 ഇലക്ട്രോൺസേ ഉള്ളൂ. ഇനി അടുത്ത ഓർബിറ്റിൽ 1s ബീറ്റയാണ്. അപ്പൊ 1s ബീറ്റയില് ഫസ്റ്റ് ഇലക്ട്രോൺ, 1s ബീറ്റയില് സെക്കൻഡ് ഇലക്ട്രോൺ, 1s ബീറ്റയില് തേർഡ് ഇലക്ട്രോൺ. അടുത്ത ഓർബിറ്റിൽ 2s ആൽഫ. 2s ബീറ്റയും നിങ്ങൾക്ക് എഴുതാം കേട്ടോ. 2s ആൽഫയിലെ ഫസ്റ്റ് ഇലക്ട്രോൺ, 2s ബീറ്റയിലെ 2s ആൽഫയിലെ സെക്കൻഡ് ഇലക്ട്രോൺ, 2s ആൽഫയിലെ തേർഡ് ഇലക്ട്രോൺ. അതാണ് ഡിറ്റർമിനന്റ് ഉള്ളിൽ വരാം. ഇനി ഈ ഫാക്ടോറിയലും കൂടി നമ്മൾ കണ്ടുപിടിക്കണം. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? 1 × 2 × 3 അതല്ലേ? അപ്പൊ അതായത് 1/√6 ഇൻറ്റു ഡിറ്റർമിനന്റ് നിങ്ങൾ എഴുതാം. ക്ലിയർ ആയോ പറഞ്ഞത്? ക്ലിയർ ആയി. ഇനി അടുത്ത് നിങ്ങൾ തന്നെ ചെയ്യണം. ബെർലിയം. ബെർലിയം ആറ്റം. ബെർലിയം കോൺഫിഗറേഷൻ ഞാൻ എഴുതാം. 1s2 2s2 തന്നെ എഴുതാം. കിട്ടിയോ നിങ്ങൾക്ക്? കിട്ടി മിസ്. ഇതാണ് കറക്റ്റ് ആൻസർ. കിട്ടാത്തവരുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇതാണ് സ്ലേറ്റ് ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞ.
അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പോളീസ് ആന്റി സിമെട്രി പ്രിൻസിപ്പിളും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് വേവ് ഫംഗ്ഷൻ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഈ വേവ് ഫംഗ്ഷൻ സ്ട്രോണിജർ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യും, ഇന്നലെ ചെയ്തതുപോലെ. എന്നിട്ട് സെൽഫ് കൺസിസ്റ്റന്റ് ഫീൽഡ് മെത്തേഡ് ചെയ്തതുപോലെ തന്നെ വീണ്ടും പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ഒരു ന്യൂ സെറ്റ് ഓഫ് ഓർബിറ്റൽസ് കിട്ടുന്നത് പ്രീവിയസ് വണ്ണിനേക്കാളും ഡിഫറെന്റ് അല്ലാത്തത് വരെ നമ്മൾ എന്ത് ചെയ്യും, ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. അപ്പൊ അതാണ് ഹാർട്രി-ഫോക്ക് സെൽഫ് കൺസിസ്റ്റന്റ് ഫീൽഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? ഇന്നലെ ചെയ്തതുപോലെ തന്നെ സെൽഫ് കൺസിസ്റ്റന്റ് ഫീൽഡ് മെത്തേഡിൽ നമ്മൾ ഏതാണ് ആ ഹാമിൽട്ടോണിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ വേവ് ഫംഗ്ഷൻ എടുക്കുമ്പോൾ എന്ത് കൺസിഡർ ചെയ്യണം, പോളീസ് ആന്റി സിമെട്രിക് പ്രിൻസിപ്പിളും കൂടി കൺസിഡർ ചെയ്തിട്ടുള്ള വേവ് ഫംഗ്ഷൻ ആണ് നമ്മളിവിടെ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. ആ വേവ് ഫംഗ്ഷൻ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്, സ്ലെയ്റ്റൺ ഡിറ്റർമിനന്റ് മെത്തേഡ് വെച്ചിട്ടാണ് ആ വേവ് ഫംഗ്ഷൻ നമുക്ക് കിട്ടിയത്. അപ്പൊ ഇനി എഴുതാം. Apply this Slater determinant in the equation. Apply the Slater determinant in the equation. Schrodinger equation പോലെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് Fi phi I is equal to Fi phi I is equal to Ei phi I, where I is 1, 2, 3, etc. to n. ഇവിടെ സ്ട്രോണിജർ ഇക്വേഷന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് Fi phi I is equal to Ei phi I. ഇനി എന്താ Fi എന്ന് പറയുന്നത്, where the operator Fi is the known as Fock operator. Fock operator, where the operator F cap is known as Fock operator. ഇനി എന്താണ് Fock operator? അതാണ് ഞാൻ എഴുതാനായിട്ട് പോകുന്നത്. The Fock operator is given by the equation. The Fock operator is given by the equation Fi cap plus sigma j to j cap minus k cap. ഇനി അതായത് നമ്മുടെ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ പോലത്തെ ഒരു ഓപ്പറേറ്റർ എന്താണ്, അപ്പൊ Fi cap എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. where Fi cap is equal to minus half del I square minus z by ri. അതായത് ഇന്നലെ നമ്മൾ എടുത്ത ടേം, അതായത് നമ്മൾ മൈനസ് h ക്രോസ് സ്ക്വയർ ബൈ 2m ഡെൽ സ്ക്വയർ ഇല്ലേ, ആ കൈനറ്റിക് എനർജി ടേമിനെ ഷോർട്ട് ആക്കി എഴുതിക്കുന്നതാണ് ഇത് കേട്ടോ. മൈനസ് ഹാഫ് ഡെൽ ഐ സ്ക്വയർ മൈനസ് പൊട്ടൻഷ്യൽ എനർജി ആണ് z ബൈ ri. അപ്പൊ നമുക്ക് ഇതെന്താന്ന് അറിയണം, J എന്താണ്, K എന്താണ്. അപ്പൊ അതും കൂടി എഴുതാം. ഇത് നമ്മുടെ ഇലക്ട്രോൺസിന്റെ ഇന്റർചേഞ്ച് മുഖാന്തരം വരുന്ന ഈ ടേംസ് ആണ് ഈ ജെയും കെ എന്ന് പറയുന്നത്. അപ്പൊ അതെന്താന്ന് എഴുതാം, J cap is equal to phi I ri integral drj phi star j rj 1 by r12 phi j rj. ഇത് നമ്മൾ പഠിക്കണം, കാരണം ഇത് നമ്മളോട് 1 വെയിറ്റേജിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നന്നായി പഠിക്കുക. ഇനി where kj is equal to phi j rj phi j ri ട്ടോ, സോറി, phi j ri integral drj
phi j star rj 1/r12 1/r12 phi I rj. ആ നമ്മുടെ ജെയും ഐ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് നോക്കിയിട്ട് നന്നായിട്ട് നമ്മൾ പഠിക്കണം. ഇനി എന്താണ് നമ്മൾ ഈ കെ എന്നും ഇതെന്നൊക്കെ എഴുതി എന്താണെന്ന് നമുക്ക് നോക്കാം. Where J is known as Coulomb operator. ഈ J എന്ന് പറയുന്നത് എന്താണ്? Coulomb operator ആണ്. COULOMB. Coulomb operator. Where K is the exchange operator. Exchange operator. നമ്മൾ എന്താ ചെയ്തത്? ഈ സ്ലേറ്റർ ഡിറ്റർമിനന്റ് ഫോമിൽ കിട്ടിയിരിക്കുന്ന വേവ് ഫംഗ്ഷനെ ഈ ഫോക്ക് ഇക്വേഷനിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ഫോക്ക് ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? സെൽഫ് കൺസിസ്റ്റന്റ് ഫീൽഡ് മെത്തേഡ് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ റിപ്പീറ്റ് ചെയ്യുന്നു. The process is by solving this equation, we get a set of new orbitals. We repeat this process until we get a set of orbitals which are not different from previous one. Clear ആയോ പറഞ്ഞത്? ക്ലിയർ ആയോ? മിസ് ഒന്നുകൂടി പറയൂ. അതായത് നമ്മൾ ഹാർട്രി-ഫോക്ക് ഇക്വേഷനിൽ ഈ നമ്മുടെ വേവ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്തു. എന്നിട്ട് ആ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിൽ എന്താ കിട്ടുക? phi i കിട്ടും. ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത phi i കിട്ടും. അപ്പൊ നമുക്ക് കിട്ടിയ ന്യൂ ഓർബിറ്റൽസ് വീണ്ടും എന്ത് ചെയ്യും? ഫോക്ക് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കും. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ വീണ്ടും ഒരു ന്യൂ സെറ്റ് ഓഫ് ഓർബിറ്റൽ കിട്ടും. ഇനി ഈ പ്രോസസ്സ് എത്ര വരെ റിപ്പീറ്റ് ചെയ്യണം? നമ്മള് മുന്നേ നമുക്ക് കിട്ടിയ ഓർബിറ്റലിനേക്കാളും ഡിഫറെന്റ് ആവാതിരിക്കുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്യണം. സെൽഫ് കൺസിസ്റ്റന്റ് ഫീൽഡ് മെത്തേഡ് ചെയ്തതുപോലെ തന്നെ ഇവിടെ ആ ഇക്വേഷൻ ആണ് വ്യത്യാസം വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഫോക്ക് ഇക്വേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. We repeat this process until we get a set of orbitals which are not different from previous one. Clear ആണോ പറഞ്ഞത്? ക്ലിയർ ആണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മള് ഹാർട്രി-ഫോക്ക് സെൽഫ് കൺസിസ്റ്റന്റ് ഫീൽഡ് മെത്തേഡ് ആണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നെങ്കിലും നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം എന്നറിയാമോ? സെൽഫ് കൺസിസ്റ്റന്റ് ഫീൽഡ് മെത്തേഡ് എന്താണെന്ന് എഴുതണം. സെൽഫ് കൺസിസ്റ്റന്റ് ഫീൽഡ് മെത്തേഡ് എഴുതിയതിനു ശേഷം നമ്മൾ പോളിസ് ആന്റിസിമെട്രി പ്രിൻസിപ്പിൾ എന്താണെന്ന് സ്റ്റേറ്റ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ ഹാർട്രി-ഫോക്ക് സെൽഫ് കൺസിസ്റ്റന്റ് ഫീൽഡ് മെത്തേഡ് തൊട്ട് പറയാം. പിന്നെ അതിൽ എന്ത് ഇൻക്ലൂഡ് ചെയ്യണം? സ്ലേറ്റർ ഡിറ്റർമിനന്റ് ഇൻക്ലൂഡ് ചെയ്യണം, ഫോക്ക് ഇക്വേഷൻ ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഈ ലാസ്റ്റ് വരെ പറഞ്ഞ കാര്യങ്ങൾ എഴുതണം. ഇത് മൊത്തം എഴുതിയാലാണ് ഹാർട്രി-ഫോക്ക് സെൽഫ് കൺസിസ്റ്റന്റ് ഫീൽഡ് മെത്തേഡ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ ആദ്യം സെൽഫ് കൺസിസ്റ്റന്റ് ഫീൽഡ് മെത്തേഡ് പറയണം, അതിനുശേഷം പോളിസ് ആന്റിസിമെട്രി പ്രിൻസിപ്പിൾ എന്താന്ന് പറയണം, പിന്നെയാണ് നമ്മൾ ഹാർട്രി-ഫോക്ക് സെൽഫ് കൺസിസ്റ്റന്റ് ഫീൽഡ് മെത്തേഡ് എന്താന്ന് പറയേണ്ടത്. അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം? സ്ലേറ്റർ ഡിറ്റർമിനന്റ് എന്താന്ന് ഇൻക്ലൂഡ് ചെയ്യണം. നമ്മൾ കണ്ട ആറ്റംസിന്റെ ഒന്നും വേണ്ട കേട്ടോ, ജനറൽ ആയിട്ട് എഴുതിയ ആ ഇക്വേഷൻ മാത്രം മതി സ്ലേറ്റർ ഡിറ്റർമിനന്റ്. പിന്നെ ഫോക്ക് ഇക്വേഷൻ എന്താന്ന് എഴുതാ, അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ന്യൂ സെറ്റ് ഓഫ് ഓർബിറ്റൽ കിട്ടും. നമ്മൾ ആ പ്രോസസ്സ് റിപ്പീറ്റ്. അതാണ് ഹാർട്രി-ഫോക്ക് സെൽഫ് കൺസിസ്റ്റന്റ് ഫീൽഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ പറഞ്ഞത്?